guys, welcome back to our class. അപ്പോൾ മക്കളെ നമ്മുടെ ഇംഗ്ലീഷിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ അടിപൊളി എന്നല്ല നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കാനാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കി നമ്മുടെ പാഠത്തിൽ വി ഹാവ് എൻ ആക്ടിവിറ്റി അല്ലെ, നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട് ഇവിടെ. റൈറ്റ് എ റൈം ലൈക്ക് ദ വൺസ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെ തന്നിരിക്കുന്ന ഉദാഹരണം വായിച്ചിട്ട് ഇതേപോലെയുള്ള റൈംസ് നമ്മൾ എഴുതണം അല്ലേ. താഴെ എന്താ നമ്മൾ കാണുന്നത്? എ ലേഡി ഈസ് സിറ്റിംഗ് അല്ലെ. ഒരു ലേഡി, ഒരു പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലേഡി, ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഷീ ഈസ് ഡൂയിങ് സംതിങ്. അതിന് താഴെ വി ഹാവ് എ റൈം. നമുക്ക് എന്തുണ്ട്? ഒരു റൈം അതിൻ്റെ താഴെ ഉണ്ട് അല്ലേ. ഇതാ ഇവിടെ മിസ് കാണിച്ചു തരാം കേട്ടോ. നോക്കിയിട്ട് I'm a teacher in the town. She's singing. She's singing. എന്താ അവർ പാടുന്നത്? I'm a teacher in the town. ഞാൻ നമ്മുടെ ടൗണിലെ ഒരു ടീച്ചറാണ്. All day long I teach my kids. All day long പറഞ്ഞെന്താ? ദിവസത്തിലെ ഒരു സമയം, രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലേ. All day long I teach my kids. ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യുന്നു? ടീച്ച് ചെയ്യുന്നു. I teach my kids അല്ലേ. അപ്പൊ നോക്ക്, all day long I teach my kids. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ ലൈൻ നോക്ക്, ഇറ്റ്സ് മൈ ജോബ്. അപ്പൊ എന്താ എൻ്റെ ജോലി? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ദാറ്റ് ഇസ് വാട്ട് ഐ ഡു. അതാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇറ്റ്സ് മൈ ജോബ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ഡു. അപ്പൊ എന്താ ടീച്ചർ പറയുന്നത്? ഇറ്റ്സ് മൈ ജോബ്, അതാണ് എൻ്റെ ജോബ്, എൻ്റെ ജോലി. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ഡു, അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ഡു, അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത്. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഇതാണ് എനിക്ക് എന്ത് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ജോലി. ദാറ്റ് ഐ ലൈക്ക് ടു ഡു, എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ജോലി എന്താണ്? ഇതാണ്. അതും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ടീച്ചറെ കുറിച്ച്. നെക്സ്റ്റ് നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? ടൈലറെ കുറിച്ച്. ടൈലർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹൂ സ്റ്റിച്ചസ് ദ ക്ലോത്ത് അല്ലേ. നമ്മുടെ ഡ്രസ്സൊക്കെ തയ്ക്കുന്ന ആളാണ് ആര്? ടൈലർ. അപ്പൊ ടൈലറെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പാടാൻ പോകുന്നത്. സോ ടൈലർ പറയാണ്, I'm a tailor in the town. ടൈലറെ കുറിച്ച് കടുപ്പത്തിൽ പറയല്ലേ. I'm a tailor in the town. ഞാൻ ആരാണ്? ഞാനൊരു ടൈലറാണ്. എവിടെയാണ് അദ്ദേഹം? ടൗണിലുള്ള, സിറ്റിയിലുള്ള, നിങ്ങളുടെ ഈ സിറ്റിയിലുള്ള, കാലിക്കറ്റ് സിറ്റിയിലുള്ള, അല്ലെങ്കിൽ വേറെ എവിടെയാണ് നമ്മൾ പറയാം? എറണാകുളം സിറ്റിയിലുള്ള, അല്ലെങ്കിൽ കണ്ണൂർ സിറ്റിയിലുള്ള ഒരു ടൈലറാണ് ഞാൻ, തയ്യൽക്കാരനാണ് ഞാൻ. രണ്ടാമത് എന്താ പറയുന്നത്? ഓൾ ഡേ ലോങ്. ഓൾ ഡേ ലോങ്, ദിവസം മുഴുവൻ ഞാൻ എന്താ ചെയ്യുന്നത്? ഐ സ്റ്റിച്ച് എ ഗൗൺ. ഐ സ്റ്റിച്ച് എ ഗൗൺ, ദിവസം ഞാൻ എന്താ ചെയ്യുന്നത്? ഐ സ്റ്റിച്ച് എ ഗൗൺ. ഐ സ്റ്റിച്ച് എ ഗൗൺ, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്നു. Now what is the third line? It's my job. It's my job. ഇതാണ് എന്ത്? എൻ്റെ ജോലി. It's my job. ഇതാണ് എൻ്റെ ജോലി. That is what I do. That is what I do. അതാണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ ചെയ്യുന്നത്. So it's my job and that is what I do. ഞാൻ ചെയ്യുന്നത് അതാണ്. It is the job that I like to do. It is the job that I like to do. ഇതാണ് എന്ത്? എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ജോലിയും. അപ്പോൾ ഇതാണ് എൻ്റെ ജോലി. തയ്യലാണ് എന്ത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയും. എനിക്ക് നല്ല നല്ല ഭംഗിയുള്ള ഉടുപ്പുകൾ സ്റ്റിച്ച് ചെയ്യണം, നല്ല നല്ല കുഞ്ഞു ഉടുപ്പുകൾ സ്റ്റിച്ച് ചെയ്യണം, നല്ല ഗൗൺസ് സ്റ്റിച്ച് ചെയ്യണം അല്ലേ. നല്ല നമ്മുടെ പ്രിൻസസ് ഒക്കെ ഇടുന്ന ഇങ്ങനെ കളിക്കുന്നല്ലേ, ഇച്ചിരി എന്താ പറയുക, ഫ്ലേഴ്സ് ഉള്ള നല്ല ഗൗണൊക്കെ എന്ത് ചെയ്യണം? എനിക്ക് സ്റ്റിച്ച് ചെയ്യണം. സോ ദിസ് ഇസ് വാട്ട് ഐ ലൈക്ക് ടു ഡു. അപ്പോൾ നമ്മുടെ തയ്യൽക്കാരൻ എന്താ പറയുന്നത്? ദിസ് ഇസ് വാട്ട് ഐ ലൈക്ക് ടു ഡു. ഇതാണ് എന്ത്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ. Now we have one more example here. Who is that? ഇതാരാ? നോക്കി മക്കളെ, നമുക്കറിയാലേ, he is a doctor. അതാരാണ്? he is a doctor. So doctor എന്താ പറയാ? I am a doctor in the town. I am a doctor in the town. So who am I? ഞാൻ ആരാണ്? I am a doctor. I live in the town. ഞാൻ ആരാണ്? ഞാൻ ഈ സിറ്റിയിലെ ഡോക്ടറാണ്. ഞാൻ ഈ സിറ്റിയിലെ താമസിക്കുന്ന ഞാനൊരു ഡോക്ടറാണ്. All
All day long I treat the people. All day long I treat people. All the day long I treat people. എന്താ പാടുന്നത്? All day long. ദിവസം മുഴുവൻ എന്ത് ചെയ്യുന്നു? I treat people. ആളുകളെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്റ്റെത്തസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കി പരിശോധിച്ച് അസുഖമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? മരുന്നൊക്കെ എഴുതി കൊടുത്ത് ഗുളികയൊക്കെ കൊടുത്ത് അവർക്ക് എന്ത് ചെയ്യും? അവരെ പറഞ്ഞയക്കും അല്ലേ? So all the day long I treat people. All the day long I treat people. എന്ത് ചെയ്യുന്നു ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും? അവരെ ഞാൻ പരിശോധിച്ച് ആവശ്യമുള്ള മരുന്നൊക്കെ എഴുതി കൊടുത്ത് അവരെ പറഞ്ഞേക്കും. നെക്സ്റ്റ് നോക്കി നിങ്ങൾ, ഇറ്റ്സ് മൈ ജോബ്. ഇറ്റ്സ് മൈ ജോബ്, ദാറ്റ് ഇസ് വാട്ട് ഐ ഡു. ഇറ്റ്സ് മൈ ജോബ്, ദാറ്റ്സ് വാട്ട് ഐ ഡു. ഇതാണ് എൻ്റെ ജോലി. ഇറ്റ്സ് മൈ ജോബ്, ദാറ്റ് ഇസ് വാട്ട് ഐ ഡു. ഞാൻ ചെയ്യുന്ന ജോലി എന്താണ്? ഡോക്ടറാണ്. ആളുകളെ പരിശോധിക്കലാണ്, ആളുകളെ സുഖപ്പെടുത്തലാണ്, ആളുകളെ ട്രീറ്റ് ചെയ്യലാണ് എന്ത്? ഞാൻ പറയുന്ന ജോലി, ഞാൻ ചെയ്യുന്ന ജോലി. ഇനി അവസാനം എന്താ പറയുന്നത്? ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. അല്ലേ? അപ്പൊ ഇതാണ് എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി. അപ്പൊ നോക്ക് ഇവിടെ പറയുന്നത് ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി ഇതാണ്. എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ജോലി ഇതാണ്. അപ്പൊ നമ്മൾ ഡോക്ടർ ഉദാഹരണം എൻ്റെ മക്കള് പഠിച്ചില്ലേ? ഈ ഒരു എക്സാമ്പിൾ ഇനി ഇങ്ങനെ ഉദാഹരണം ചോദിച്ചാല് നമ്മളെടുത്ത് ഇതേപോലെ ജോലി തന്നിട്ട് റൈം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതൂലേ? എൻ്റെ മക്കൾക്ക് എഴുതാൻ മനസ്സിലായില്ലേ? ആദ്യം നമുക്ക് ഈ ചോദ്യ പേപ്പറിൽ ഒരു ഉദാഹരണം അവർ തരും ഇതേപോലെയുള്ള. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതേപോലെ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ അവിടെ ഉത്തരം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ എൻ്റെ മക്കൾക്ക് സെറ്റ് അല്ലേ മിസ് പറഞ്ഞത്? കൺഫ്യൂഷൻ ഒന്നും ഇല്ലാലോ? എങ്ങനെ എഴുതണം റൈം എന്നുള്ളത് മനസ്സിലായില്ലേ? മനസ്സിലാവാത്തതോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതേപോലുള്ള നല്ലൊരു ക്വസ്റ്റ്യനുമായിട്ട് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ മിസ് വരാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.